ഹലോ! നമുക്കൊരു ക്യാരറ്റ് ബനാന കേക്ക് ഉണ്ടാക്കാം. വളരെ ഹെൽത്തിയായ ഒരു കേക്കാണിത്. ഇതിൽ ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അധികം മധുരവും വേണ്ട. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി നല്ല പഴുത്ത പഴം നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് അരിച്ച് മാറ്റി വെക്കാം. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പും ചേർക്കാം കേട്ടോ. അതും ചേർത്ത് നന്നായിട്ട് നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് വേണം. പിന്നെ ഇനി ഒരു എക്സ്ട്രാ ടേസ്റ്റിനനുസരിച്ച് സിന്നമൺ പൗഡറാണ്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡറും ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പോളം നമുക്ക് എടുക്കാം. 1 കപ്പോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ഉണക്കമുന്തിരി അതും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നമ്മളെ ഫ്ലോറിലിട്ടിട്ട് ഇളക്കി വെക്കാം. ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിനാവശ്യമായിട്ട് നമുക്ക് 2 എഗ്ഗ് വേണം. എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഓപ്ഷനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ എഗ്ഗിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ഞാനിതിൽ ചേർക്കുന്നത്. എനിക്കിതിന് പകരം ശർക്കര ചേർക്കാവുന്നതാണ്. അതും പഴത്തിന് നല്ല മധുരമുള്ള കാരണം മധുരം അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ഇതിൽ ശർക്കരയും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഭയങ്കര ഷുഗർ പേഷ്യൻറ്റും എല്ലാവർക്കും കഴിക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇതിൽ ഞാൻ 1/2 കപ്പോളം പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയും എഗ്ഗും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് അതൊരു ക്രീമി ഫോമായിട്ട് വരും, അതുവരെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് എഗ്ഗ് മിക്സിലേക്ക് ചേർക്കുന്നത് ഓയിലല്ല കേട്ടോ, ബട്ടർ മെൽറ്റ് ചെയ്തതാണ്. ഒരു 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർക്കാം. നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ചേർക്കാം, റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ചേർക്കാം, സൺഫ്ലവറൊക്കെ. ഞാനിതിനകത്ത് ഇതാണ് ചേർക്കുന്നത്, നമ്മുടെ ബട്ടർ മെൽറ്റ് ചെയ്തത്. അത് മിക്സിയിലേക്കാണ്. പിന്നെ നമുക്ക് പഴം ഉടച്ചത് പതുക്കെ ആയിട്ട് ഇളക്കി, സ്പാറ്റില കൊണ്ടും ചെയ്യാം, അല്ലെങ്കിൽ വൺ സ്പീഡിൽ ബീറ്റർ കൊണ്ട് ജസ്റ്റ് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണേ പ്ലീസ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എഗ്ഗിൻ്റെ മിക്സിലേക്ക്, എഗ്ഗും പഴമൊക്കെ മിക്സിയിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസായ ക്യാരറ്റൊക്കെ മിക്സാക്കി വെച്ച് നമ്മൾ ഫ്ലോർ ഇട്ട് നന്നായിട്ടൊന്ന് പതുക്കെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. പതുക്കെ ഓരോ തവണയായിട്ട് കുറച്ചായിട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് മിക്സായിട്ട്, അതായത് കട്ടയൊന്നും കെട്ടാതെ പതുക്കെ സ്പാറ്റിൽ വെച്ചിട്ട് ഇളക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതൊരു ലോഫ് പാനിലും ചെയ്യുന്നുണ്ട്, ഒരു 5 ഇഞ്ച് സ്ക്വയർ പാനിലും ചെയ്യുന്നുണ്ട്. ലോഫ് പാനിൽ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ട് ചെയ്യാം, പക്ഷേ കുറേ ബേക്കിംഗ് ടൈം എടുക്കും. അത് കാരണം ഞാൻ ലോഫ് പാനിൽ ഹാഫ് ഇട്ടു, പിന്നെ സ്ക്വയർ പാനിൽ കുറച്ചിട്ടിട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയറിലാണെങ്കിൽ സ്ക്വയറിലോ അല്ലെ ലോഫ് പാനിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്, ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് വീണ്ടും കഴിക്കണം. ഒരു പുഡിംഗ് ടൈപ്പ് കേക്കാണ് കേട്ടോ. അപ്പം ഇത് ഭയങ്കര മോയ്സ്റ്റായ സോഫ്റ്റ് കേക്കാണ്. ഒരു 180 ഡിഗ്രിയിൽ നമ്മൾ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 35 to 40 മിനിറ്റിലാണ് ഇത് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നല്ല കളർ വേണമെങ്കിൽ അപ്പർ കോയിൽ മാത്രം ഇട്ടിട്ട് ഒന്ന് ലാസ്റ്റ് 5 മിനിറ്റിൽ അപ്പർ കോയിൽ കൊടുത്താൽ നല്ലൊരു ഡാർക്ക് കളറും കിട്ടും. അപ്പം വലിയൊരു സ്ക്വയർ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 45 to 50 വേണ്ടി വരും. ഇത് ഞാൻ 35 to 40 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യുന്നത്, 180 ഡിഗ്രിയിൽ കേട്ടോ. അപ്പം ഭയങ്കര ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. കുട്ടികൾ നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു ഓപ്ഷനാണ്. നമുക്ക് സ്നാക്സ് ആയിട്ടോ അപ്പോൾ കഴിക്കാനൊക്കെ ആയിട്ട് കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കുക. വളരെ ടേസ്റ്റായ ഒരു കേക്കാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.